ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹൗസ് ടൂർ എം ടി ഹൗസ് ടൂർ ആണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ എം ടി ആയിട്ടുള്ള ഹൗസ് ടൂറാണ്. നമ്മൾ പുതിയതായിട്ട് ഫ്ലാറ്റിലോട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ എന്നെ ഫോളോ ചെയ്യണില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് കുറേ പെട്ടികൾ ആയിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എം ടി ഹൗസ് ടൂർ ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു. എൻ്റെ ഇൻട്രൊഡക്ഷൻ പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തേക്കാണ്. നമ്മൾ ഇത്രയും നാൾ സ്റ്റുഡിയോയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റുഡിയോയിൽ നിന്നിരുന്നത്. അത് നമ്മൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആയിരുന്നു. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ സ്റ്റുഡിയോക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടല്ല, പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ഈർപ്പം നിൽക്കുന്നു, ഭയങ്കര തണുപ്പ് നിൽക്കുന്ന ഒരു സ്ഥലം. അത് പഴയ വീടാണ്. ഞങ്ങൾ ചൈനീസിലൊക്കെ ഓട്ടോടെ അപ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുള്ള ബിൽഡിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഈർപ്പ് നിൽക്കുന്നു. അപ്പോൾ എന്തോരപ്പോ പറയുന്നത്, ഈർപ്പ് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ക്യാമറയും എൻ്റെ എക്യുപ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഫംഗസ് അടിക്കുകയാണ്. ഒരു 3 ആഴ്ച ഞാൻ പോയില്ലെങ്കിൽ തന്നെ അവിടെ ക്യാമറ വെക്കുകയാണെങ്കിൽ ക്യാമറയ്ക്ക് ഫുള്ള് ഇങ്ങനെ പരിക്കുകൾ പറ്റണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കേസ് പോലൊരു സംഭവം മേടിച്ച് ക്യാമറയ്ക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ചയൊക്കെ നിൽക്കുമ്പോൾ തന്നെ നല്ലോണം പൂപ്പലടിക്കുന്നു. പിന്നെ അവിടെ അത്ര വെട്ടമില്ല, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ഷൂട്ടിംഗ് പർപ്പസ് ഉള്ള നമ്മൾ സ്റ്റുഡിയോ എടുത്തേ. അപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അവിടെ ഇച്ചിരി വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് മാറി നമ്മളിപ്പോൾ ഒരു പുതിയ ഫ്ലാറ്റ് എടുത്തിരിക്കുകയാണ്. ആ ഫ്ലാറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുള്ളി നല്ല വെട്ടവും വെളിച്ചമൊക്കെ കയറുന്ന ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ ഒരു എം ടി ടൂർ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ നാളെ മറ്റന്നാളായിട്ട് കൊല്ലത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ 15-ാം തീയതി ആകുമ്പോൾ വരണം എന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേഗം തന്നെ പോയി എം ടി റൂം ടൂർ കണ്ടിട്ട് വരൂ, ഹോം ടൂർ, ഹൗസ് ടൂർ കണ്ടിട്ട് വരൂ. ഒക്കെ ഉറക്കം അമ്മൂസിനെ പോലെ തന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം ഉറങ്ങണം. ഇത് നമ്മുടെ പീപാഡ് വെച്ചിങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ്. ഈ ഡോറിലൂടെയാണ് നമ്മൾ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. ഈ വഴി നമുക്ക് വെളിയിൽ ആരാളില്ലെന്ന് കാണാൻ പറ്റും. ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള നമുക്ക് എന്തെങ്കിലും പാത്രങ്ങൾ വേണമെങ്കിൽ ഫുഡ് റെഡിയായി കഴിഞ്ഞ് കൊണ്ടുവയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പ്ലാനിങ് എന്താ അറിയോ, ഞാനിവിടെ ഒരു അക്വേറിയം പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു ബൗളിൽ ഫിഷിനെയോ അങ്ങനെ എന്തെങ്കിലും വെക്കണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഷൂ റാക്കാണ്. നമുക്ക് ചെരുപ്പുകളൊക്കെ വരുമ്പോൾ തന്നെ വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ ഹാളിൽ ഓൾറെഡി ഈ ഒരു ഫർണിച്ചർ, ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലാറ്റിൽ ആകെപ്പാട് ഉണ്ടായിരുന്ന ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ മാറ്റുന്നില്ല. ഇതിൻ്റെ കവർ അടിച്ചിടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഒരു കളറിലെ കവർ ഇടണം എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു ഫർണിച്ചറില്ലേ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ടീപ്പോയി പോലത്തെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ മാറ്റ് ഇടണം എന്ന് ഞാൻ വിചാരിക്കേണ്ടത്. എന്തെങ്കിലും ബീച്ച് കളറിലെയോ അങ്ങനത്തെ ഒരു മാറ്റ് പോലെ ഇങ്ങനെ ഇവിടെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഒരു സെൻറ്റർ ലൈറ്റ് ഇങ്ങനത്തെ ഒരു വോൾ വന്നിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ ടി വി എല്ലാം വയ്ക്കും, പക്ഷെ ടി വി വെക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടില്ല. ചിലപ്പോൾ മാത്രം. നമ്മൾ ടി വി വെക്കുന്നുണ്ടോ ഇവിടെ? ടി വി കാണില്ല, എല്ലാവരും ഫോണിലല്ലേ. ഫോൺ തന്നെയാണ് മെയിൻ. ആമസോൺ അതാ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്താ, ഇവിടെ കുറേ ഇങ്ങനത്തെ പീസസ് ഉണ്ട്. ഇങ്ങനത്തെ നമ്മുടെ എന്താ ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റുകളാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ബാൽക്കണി എന്നല്ല, ചെറിയ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഫ്ലാറ്റ് ഞാൻ എടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ ലൈറ്റാട്ടോ. ഇവിടെ ഫുൾ ലൈറ്റ്, എല്ലായിടും നല്ല വെട്ടം കയറുന്ന സ്ഥലം. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം. അപ്പോൾ ആ ഒരു കുറച്ചൊരു ഇത് കുറവുണ്ട്, പക്ഷെ ഭയങ്കര ലൈറ്റാണ്. ഈ വീട്ടിലോട്ട് ഇങ്ങനെ കയറിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ നല്ലൊരു ഫുൾ ലൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നി ലൈറ്റ് ഉള്ളതാണ് നമുക്ക് കൂടുതൽ എനർജി കിട്ടുക. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ തുറക്കുന്നത്. ഇതിൻ്റെ ഇവിടെ കുറച്ചിങ്ങനെ പെയിൻറ് ഉണ്ട്, നമുക്കൊന്ന് മാറ്റണം. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പ് ഇങ്ങനെ വ്യൂ നമുക്ക് കാണാം, പച്ചപ്പ് കാണാം. പിന്നെ ഒരു ചെറിയൊരു തോട് പോലെ ഒഴുകിപ്പോണ്ട്. അവിടെ കൊച്ചിയിൽ ഇങ്ങനെ കിട്ടണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ അടുത്ത് നമ്മൾ ഒത്തിരി ഫ്ലാറ്റ് കണ്ടിട്ടാണിത് ഫൈനലൈസ് ചെയ്തത്.
അപ്പൊ ഞാൻ 10-15 ഫ്ലാറ്റ് ഞങ്ങളെ ഓടി നടന്ന് 10-15 ബ്രോക്കറായിരുന്നു എല്ലാ കോണ്ടാക്ട്സും ഞങ്ങൾ ആദ്യം ബ്രോക്കേഴ്സ് വഴി നോക്കി. പിന്നെ മനസ്സിലായി ബ്രോക്കേഴ്സ് ഒന്നും വേണ്ട, നമ്മൾ നേരിട്ട് ചോദിച്ചാൽ നമ്മൾ ഫാമിലിയാണ് കൂടുതൽ, ഫാമിലിക്കാണ് പ്രിഫർ ചെയ്യുക. അവര് ബാച്ചിലേഴ്സിന് കൊടുക്കുന്നില്ല പലയിടത്തും. നേരിട്ട് പോയി നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചാൽ നമുക്ക് കമ്മീഷൻ കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരു ബ്രോക്കറാണ്. രാവിലെ തൊട്ട് ഞങ്ങൾ ഇവിടെ വിഷമിച്ച് ഇവിടെ ജോലിയിലായിരുന്നു. ആള് വേർത്തത് പണിക്കാരൊക്കെ ജോലി ചെയ്യിച്ചത് ഞാനിവിടെ ഇരുന്നല്ലോ. പക്ഷെ ഫാൻ ഇടാൻ പറ്റത്തില്ലല്ലോ, ഈ പൊടി പറക്കുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് ചേർക്കും. അപ്പം ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ പ്ലാന്റ്സ് വെക്കണം. പ്ലാന്റ്സ് വെച്ചിട്ട് ഇവിടെ ചെറിയൊരു ഇങ്ങനെ വൈകിട്ട് ഇരിക്കാൻ പറ്റണ പോലത്തെ, വൈകിട്ടെന്നല്ല നമുക്ക് ജസ്റ്റ് ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ പറ്റണ പോലത്തെ ഒരു കോർണർ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഐഡിയ. അങ്ങനെയൊക്കെ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ ഇവിടെ നമുക്കിങ്ങനെ വെള്ളം പോകാനുള്ള ഹോളുണ്ട്. അപ്പോൾ നമുക്ക് ചെടിയൊക്കെ വെച്ചാലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ, പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ച് ചെടിയൊന്നും വെക്കില്ല കേട്ടോ, ഇങ്ങനെ മറ്റേ പാത്രത്തിൽ വെക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് നാച്ചുറൽ ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ സിസ്റ്റം വെക്കാം, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ വെക്കാമെന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതില്ല, നമ്മുടെ കണക്ട് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങോട്ടേക്ക് മാറ്റാം. ഇവിടെ ആകുമ്പോൾ 2 പ്ലഗ് പോയിന്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ്. ഇത് 2 മതിയായിരുന്നു. ഇതിപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ സാധനം ഞാൻ ഇങ്ങോട്ട് ഫേസ് ചെയ്യണ പോലെ വയ്ക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് ഫേസ് ചെയ്യണ പോലെ വയ്ക്കും. പക്ഷെ അങ്ങോട്ട് ഫേസ് ചെയ്യണ പോലെ വെച്ച് ഇച്ചിരി ബോറാവില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ ഡൈനിങ് ടേബിൾ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടോ, 4 കസേര ഇടാൻ പറ്റണ പോലത്തെ കുട്ടിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാളിൽ എനിക്ക് ഫുൾ ഫോട്ടോസ് വെക്കണം എന്ന് എൻ്റെ ആഗ്രഹം. കുറേ ഫ്രെയിംസ് വെച്ച് കുറേ ഫോട്ടോസ് ഇങ്ങനെ ആ ഫ്രെയിം ഫുള്ള് വയ്ക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആ കാണുന്ന കോർണറില്ലേ, ആ കോർണറിൽ ഒരു പ്ലാന്റ് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു കോർണറിൽ, ചിലപ്പോൾ ഈ ഒരു കോർണറിലും. നമുക്ക് ഈ വീട്ടിൽ ഫുൾ ഇവിടെ എനിക്കിങ്ങനെ പ്ലാന്റ്സ് വെക്കണം എന്നാണ്. നമുക്കിങ്ങനെ പച്ച കളർ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമല്ലേ. അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ ബെഡ്റൂം കാണിച്ചു തരുന്നതാണ്. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു, ഞാൻ ഇവിടെ കമ്മക്കെട്ടൊക്കെ കെട്ടിയേക്കുക. ഞാൻ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചാൽ ഭയങ്കര എക്കോ കേൾക്കും. ഇങ്ങനെ അടുത്താകുമ്പോൾ അത്രയും എക്കോ കേൾക്കില്ല എന്ന് തോന്നും. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ കൈ കഴുകുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു ലൈറ്റും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂം. ഇവിടുത്തെ ഒരു കുട്ടി റൂമാണ്. ഈ റൂം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിവിടെ നമ്മുടെ സ്റ്റുഡിയോ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ടോ, ഇത് നേരെ ചേർന്ന് ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇങ്ങനത്തെ ഒരു മിറർ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു നമുക്ക് ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം അറിയോ, എനിക്കിവിടെ ക്യാമറ വയ്ക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവാനുള്ള ഏരിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ ഒരു ഇച്ചിരി ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഗസ്റ്റ് റൂം ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാത്ത അങ്ങനെ വരുമ്പോൾ ഇരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാനോ ഒക്കെ ഉള്ള ഒരു റൂമാക്കണം എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ റൂം. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് കേട്ടുള്ളത്. ഇവിടെ വേറെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാ സാധനങ്ങളും നമ്മളിനി പർച്ചേസ് ചെയ്യണം. ഒരു ഫാനുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം എന്താണെന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ നോർമൽ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു ജനൽ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുള്ളതുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൽ ഈ 2 റൂംസിന് ഒരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ. ഇങ്ങനെ കയറി വരാം ഇങ്ങനെ. ഓക്കെ, മറ്റേ മുറിയിലും സ്വല്പം ഇങ്ങനെ നീളം കൂടുതലുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബാൽക്കണിയിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ്, ഇവിടെ വേറെ ഒന്നുമില്ല. ഇനി എല്ലാ സാധനങ്ങളും ഞാൻ അറേഞ്ച് ചെയ്യണം, ഇതൊരു വീടാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇതാണ് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ആക്കണമെന്ന് വിചാരിക്കുന്നത്. ഇത് 2 ഇങ്ങനെ അടുത്തടുത്താട്ടോ. അപ്പോൾ സ്റ്റുഡിയോ ആക്കണമെന്ന് വിചാരിക്കുന്നത് ഇതാണ്. ഇതാകുമ്പോൾ ഇച്ചിരൂടെ സ്ഥലമുണ്ട് മറ്റേതിനെക്കാട്ടിലും. ഇവിടെ എൻ്റെ ബാഗും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുക. നല്ല എക്കോ വയ്ക്കുന്നുണ്ടാവും എൻ്റെ വാട്ടർ ബോട്ടിൽ. ഇവിടെ നമുക്കിത് ഇങ്ങനത്തെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ ഇത് പൂച്ച ചവിട്ടി കയറിയതാണെന്ന് തോന്നുന്നു, ഇച്ചിരി പാടായിട്ടിരിപ്പുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി കാണിച്ചു തരാം. ഞാൻ ഈ ഫ്ലാറ്റ് എടുക്കാനുള്ള മെയിൻ റീസൺ ഈ ബാൽക്കണി ആട്ടോ. എനിക്ക് ഇവിടുത്തെ ബാൽക്കണി ഭയങ്കര ഇഷ്ടമായി. ഈ ബാൽക്കണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫ്ലാറ്റ് എടുക്കാനുള്ള മെയിൻ റീസൺ. ഫുൾ ഇങ്ങനത്തെ നമുക്ക് പരവരാനി
സോറി ഇത് ഫോക്കസ് ഔട്ടായി പോയോ. നമുക്കിങ്ങനെ പച്ചപ്പരവതാനി കാണാൻ പറ്റും. ഇത് എത്ര നാൾ ഇവിടെ ഈ പച്ചപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ എല്ലായിടവും ഫ്ലാറ്റ് കെട്ടി പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എത്ര നാൾ ഇതിങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തോട് പോലെ ഉണ്ട്. ഇതിപ്പോൾ മഴ പെയ്തു കലങ്ങി കിടക്കാം. അല്ലെങ്കിൽ അത്ര നല്ല വെള്ളമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. മഴ ഇങ്ങനെ പെയ്യുമ്പോഴൊക്കെ കാണാനൊക്കെ രസമുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ നിറയെ പോത്തുകളും കിളികളും ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു പാടം പോലത്തെ ഒരു സംഭവമാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബാൽക്കണി ഇവിടെ ഇച്ചിരി ഇങ്ങനെ കറയൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി. പിന്നെന്താ, ഇവിടെ ഞാനിങ്ങനെ പച്ച കളറുള്ള മറ്റേ മാറ്റില്ലേ, ആ മാറ്റ് ഇങ്ങനെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര അനുഭവിച്ചിരിക്കണം. പിന്നെ ഇവിടെ എനിക്കിങ്ങനെ നിറയെ ചെടികളൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചെടികളൊക്കെ വെച്ചിങ്ങനെ ചെറിയൊരു നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു അടിപൊളി സംഭവം ആക്കണം എന്നാണ്. സോറി ഇട്ട് ഇവിടെ ആകാരം പോയിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ബാൽക്കണിയുള്ള ഡോറും ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് നല്ല വെട്ടം കിട്ടും. ഇത് ഗ്ലാസ് അത് ഗ്ലാസ് എല്ലാം ഗ്ലാസ് ആയതിനാൽ നല്ല വെട്ടം കിട്ടും. അപ്പോൾ അത് നല്ലതാണ്. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ട് തന്നെ നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ അടുക്കള കാണിച്ചു തരാം. അടുക്കളയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് 2 ഡോറുണ്ട് കേട്ടോ. നമുക്ക് ഈ ഡോറിങ്ങനെ തുറക്കാം. വളരെ കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ. ഈ സൈഡിൽ നമുക്കിത് ഇങ്ങനെ വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെന്താ, വാട്ടർ പ്യൂരിഫയർ ഇവിടെ വെക്കണം. പിന്നെ ഇവിടെ മറ്റേ പാത്രങ്ങൾ വെക്കാനുള്ള സാധനം ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മേലെ പാത്രങ്ങൾ വെക്കാനുള്ള സാധനം വെക്കും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ വെക്കാനുള്ള ഡ്രോയർ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് വെക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരു നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, ഞാൻ ഒരെണ്ണം സ്റ്റുഡിയോയിലോട്ട് വേണ്ടി ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഇൻഡക്ഷൻ കുക്കർ ഇവിടെ വെക്കും. പിന്നെ ഇവിടെ നമുക്ക് മിക്സി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഫ്രിഡ്ജ് പക്ഷേ ഇവിടെ വെക്കുന്നറിയില്ല. ഫ്രിഡ്ജ് വെക്കാൻ നമുക്ക് ആകപ്പാട് ഇവിടെ ഒരു സ്ഥലമുള്ളൂ. ഞാൻ കുട്ടിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒത്തിരി ആവശ്യങ്ങളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞു ഫ്രിഡ്ജ് വാങ്ങിക്കണം. അപ്പോൾ അത് ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്നേ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഡോറുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ, ഇത് പ്യൂരിഫയർ വെക്കാനാണോ? ഓ, ഇവിടെ പ്യൂരിഫയർ വെക്കാം. ഇവിടെ വെക്കാം. പോയിന്റ് ഇവിടെ ആയാലും വെച്ചാൽ മതി. ഇവിടെ വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീന്റെ കോള്, വേസ്റ്റ് വാട്ടർ കോള്. ഇവിടെ നമുക്ക് പാത്രങ്ങൾ കഴുകാം. വാഷിംഗ് മെഷീൻ ഞാൻ ഡ്രയറും കൂടി ഉള്ള വാഷിംഗ് മെഷീൻ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഹീറ്ററും കൂടെ ഉള്ള ഹീറ്റർ ഉണങ്ങി കിട്ടും. പക്ഷെ വില കൂടുതലാണ്. മഴക്കാലത്തേക്ക് ഇവിടെ ഉണക്കാൻ സ്ഥലമില്ല. ഇവിടെ ബാൽക്കണി എനിക്ക് തോന്നുന്നു 50, 55, 60 ഒക്കെ ആവും. ആ റേഞ്ച് ആവും. നോർമലി നല്ല വാഷിംഗ് മെഷീന് 30-35 ഇടയ്ക്കാണ്. 6.5 കിലോ 8 കിലോ. ഇത് അതിൽ 50 ആവും. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കണം. അത് ഡ്രയർ അല്ല ഹീറ്റർ ഉള്ളത് എടുക്കണമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ആകെ ആ ഒരു ബാൽക്കണി ഉള്ളു. ആ ബാൽക്കണിയിൽ ഞാനിങ്ങനെ മറ്റേ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സ്ഥലമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിലൊക്കെ നമുക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ മറ്റേ പുക പോണ സാധനം ഇല്ല. ആ സാധനം ഇല്ല. അതിന് പകരം ഇതുണ്ട്. എനിക്കവിടെ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും. പക്ഷെ നല്ല കേട്ടോ, നല്ല കുഞ്ഞ് നമുക്ക് നടന്ന് എല്ലാം അടുത്തടുത്ത് കിട്ടുന്ന കുഞ്ഞ് കിച്ചണാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കിച്ചൻ്റെ വേറൊരു ഡോർ ഇതാണ്. ഈ ഡോർ തുറന്നാൽ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ടൂർ അല്ല, സോറി, ഹൗസ് ടൂർ. യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ഇരുട്ടായി തുടങ്ങി. ഒത്തിരി നോക്കി നടന്ന് അവസാനം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. പിന്നെ നമ്മൾ ഇവിടെ സെറ്റിൽഡ് ആവാൻ പോകണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറയാണ്. എന്നാൽ ഇപ്പോൾ എവിടെ സെറ്റിൽഡ് ആവാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയി, കൊല്ലത്ത് പോയി, പിന്നെ ഷൂട്ടിനും കാര്യങ്ങൾക്കും കയറ്റി ഇങ്ങോട്ട് വന്ന്, അങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള പരിപാടിയിലാണ്. ഒരു സ്റ്റുഡിയോ പോലെ, സ്റ്റുഡിയോ പ്ലസ് ഫ്ലാറ്റ്, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ രണ്ട് സ്ഥലത്തോട്ടും പോവാൻ സെന്റർ ആകുമ്പോൾ എളുപ്പമാണ്. അതെ, കാലിക്കറ്റ് എനിക്ക് കാലിക്കറ്റും ഉണ്ട്, ഫ്രണ്ട്സ് അവിടെയാണ്, ബിസിനസിന്റെ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാൻസ് എല്ലാം അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിന് നടുക്ക് എറണാകുളമാണല്ലോ. എനിക്ക് അവിടെ വർക്കിംഗ് ഇവിടെ നിൽക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം അതെല്ലാം കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു, കൊല്ലത്ത് പോവും, ഇങ്ങോട്ട് വരും, മാറി നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നു. സോ അപ്പോൾ നിങ്ങൾ നമ്മുടെ MT ടൂറൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ അവിടെ വെക്കണം, ഇവിടെ വെക്കണം എന്നൊക്കെ അങ്ങനെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ഇതുപോലെ നല്ലൊരു യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈനിങ് ആയിട്ട് ഫീഡ് ചെയ്തിട്ട് കാണുന്നവരെ ബൈ, സീ യു.